ഏത് ബിസിനസ്സിലും ഏറ്റവും കോറായിട്ടുള്ള ഡോക്യുമെൻ്റാണ് ബിസിനസ് പ്ലാൻ. എല്ലാവരും ചിന്തിക്കും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഫീസിബിലിറ്റി റിപ്പോർട്ട് പോലെ. അതല്ല സംസാരിക്കുന്നത്. ഫൈനാൻഷ്യൽ ബിസിനസ് പ്ലാൻ. ദർ ആർ മെനി ഓൺലൈൻ ടൂൾസ് ത്രൂ AI വി ക്യാൻ ക്രിയേറ്റ് എന്താ പറയുക ബിസിനസ് പ്ലാൻസ്. ബട്ട് ടെക്നിക്കലി മാനുവലായിട്ട് ഓരോ ഫൗണ്ടറും വർക്കൗട്ട് ചെയ്യേണ്ട ഒരു ഏരിയയാണ് ഫിനാൻഷ്യൽ പ്ലാൻ. എനിക്ക് എത്ര ഫണ്ട് വേണം? ആ ഫണ്ട് ഞാനായിട്ട് കൊണ്ടുവരുമോ? അതോ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകണോ? ഡെറ്റായിട്ട് കൊണ്ടുവരുമോ? അത് ഞാൻ എങ്ങനെ തിരിച്ചു പിടിക്കും? കാരണം എവറി ബിസിനസ് ആൻഡ് സ്റ്റാർട്ടപ്സ് ലുക്കിംഗ് ഫോർ പ്രോഫിറ്റബിലിറ്റി. അല്ലാതെ ഒരിക്കലും ടേൺ ഓവറിന് വേണ്ടി മാത്രമല്ല നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൃത്യമായി ബിസിനസ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റി, പ്രൊഡക്റ്റ് കോസ്റ്റിംഗ്, പ്രൊഡക്റ്റ് പ്രോഫിറ്റബിലിറ്റി, ബേൺ റേറ്റ്, ചേൺ റേറ്റ് എല്ലാ കാര്യങ്ങളും നമുക്കറിയണം. സ്റ്റാർട്ടപ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് നോക്കുന്ന 4 കാര്യങ്ങളാണ്. നമുക്കൊന്നും പറയാം ചേൺ റേറ്റ് അല്ലെങ്കിൽ ബേൺ റേറ്റ്, നമ്മൾ ബേണിംഗ് എത്ര വരുന്നുണ്ട്, കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ്, അതേപോലെ മന്ത്ലി റിക്കറിംഗ് റവന്യൂ, ആനുവൽ റിക്കറിംഗ് റവന്യൂ. ഇതിനെപ്പറ്റിയുള്ള ക്ലാരിറ്റിയും ഇതിൻ്റെ ഗ്രോത്തും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇൻവെസ്റ്റർ പോയിന്റ് ഓഫ് വ്യൂ. പക്ഷേ അൾട്ടിമേറ്റ്ലി ആസ് എ ബിസിനസ് മാൻ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് തന്നെ അറിയണം എന്ന് നമ്മുടെ ബിസിനസ് പ്രോഫിറ്റബിൾ ആവും, അല്ലെങ്കിൽ എന്തുകൊണ്ടാവുന്നില്ല, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇത് വളരെയധികം ഒരു ഡോക്യുമെൻ്റ് ആയിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്തൊരു മോഡലാണ് ഫൈനാൻഷ്യൽ ബിസിനസ് പ്ലാൻ. എവറി ഫൗണ്ടർ ഷുഡ് ഡു ബൈ ദെയർ ഓൺ ആൻഡ് വിത്ത് ഗൈഡൻസ് ഓഫ് സം ഫൈനാൻഷ്യൽ